പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ആദരവ്, ബഹുമാനം, അംഗീകാരം എന്നീ നല്ല മൂല്യങ്ങളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. എങ്കിലും അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. തഖ്വയുള്ളവരുടെ ഹൃദയങ്ങളിലെ അടയാളമാണത്. സൂറത്ത് ഹജ്ജിൻ്റെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു, ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളെ വല്ലവനും ആദരിക്കുകയാണെങ്കിൽ അത് അവരുടെ ഹൃദയങ്ങളിലെ തഖ്വയിൽ നിന്നുള്ളതാകുന്നു എന്ന്. എന്തിനേക്കെയാണ് നാം ആദരിക്കേണ്ടത്? അള്ളാഹു ആദരിക്കുവാൻ കൽപ്പിച്ച വസ്തുക്കളെയും വ്യക്തികളെയും സ്ഥലങ്ങളെയും സമയങ്ങളെയും എല്ലാം നാം ആദരിക്കണം. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ കലാമായ മനുഷ്യർക്ക് നേർവഴി കാട്ടുന്ന പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകന്മാരെയും നാം ആദരിക്കണം. കൂടാതെ കഅബയെയും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും അതിനു പുറമെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ എല്ലാ പള്ളികളെയും നാം ആദരിക്കണം. കൂടാതെ അള്ളാഹു ആദരിച്ച ദിവസങ്ങളും സമയങ്ങളും മാസങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ ആദരിക്കേണ്ട ദിവസങ്ങളാണ്. അള്ളാഹു ആദരിച്ച മറ്റൊരു സൃഷ്ടിയാണ് മനുഷ്യർ. ഒരു മനുഷ്യൻ്റെ ജീവൻ, സ്വത്ത്, മാനം ഇവ സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെയാണ് 3 കൂട്ടരെ ആദരിക്കുന്നത്. നരബാധിച്ചവനെ, ഖുർആൻ പഠിക്കുകയും അതിൽ അതിര് കവിയാതിരിക്കുകയും അതിൽ വിട്ടുപോകാതിരിക്കുകയും ചെയ്യുന്നവൻ, അതേപോലെ നീതിമാനായ ഭരണകർത്താക്കളെ ആദരിക്കും. ഇവിടെ ഈ ഹദീസ് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കണം. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൃത്തത്തിൽപ്പെട്ടവരല്ല എന്ന്. എങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കൂ. മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും ഗുരു ശിഷ്യന്മാരും തമ്മിലുള്ള ഈ ബന്ധം, അതിൻ്റെയൊക്കെ ആദരവും ബഹുമാനവും എങ്ങനെയാണ്? അത് സുദൃഢമാക്കുവാൻ നാം കൂട്ടായി പരിശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ഉണർത്തട്ടെ, ഈ ആദരവ് കൂടിയിട്ട് അത് ആരാധനയിലേക്കോ അതിലപ്പുറത്തേക്കോ ആവാൻ പാടില്ല. ഈ ആദരവ് എന്ന് വെച്ചാൽ വണങ്ങുക എന്ന് മാത്രമല്ല, അതായത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിക്കാതെ അവയോടുള്ള പെരുമാറ്റത്തിൽ അച്ചടക്കം പാലിക്കുക എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പള്ളിയിൽ കയറുകയാണെങ്കിൽ ആ പള്ളിയിൽ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചാൽ അത് ആ പള്ളിയോടുള്ള ആദരവാണ്. എന്തായാലും അള്ളാഹു ആദരിച്ചവയെ ആദരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി നേടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.